9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ വിക്ടേഴ്സ് ക്ലാസ്സിലെ 15th ക്ലാസ് അതിൻ്റെ ഒരു നോട്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ നോട്ടിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ നോട്ടിൽ ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത് അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിളിൽ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ നോക്കിയാൽ ടൈം, വെലോസിറ്റി രണ്ട് കാര്യങ്ങൾ കാണാം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇൻ എ വെലോസിറ്റി ടൈം ഗ്രാഫ് വിച്ച് മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ ഇൻ ദ എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഏതൊക്കെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് ഇതാണ്. എക്സ് ആക്സിസിൽ എടുക്കുന്നത് എന്താണ്? അവിടെ ടൈമാണ് എടുക്കേണ്ടത്. വൈ ആക്സിസിലോ ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസിൽ എടുക്കേണ്ടത് വെലോസിറ്റിയാണ്. അപ്പോൾ അതാണ് ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആവുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്റ്റെപ്പ്? ഇത് വരക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ആദ്യം വരക്കേണ്ടത് ഡ്രോ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ രണ്ട് ആക്സിസ് എക്സും വൈയും ആക്സിസുകൾ വരക്കണം. ഇനി അടുത്ത ചെയ്യേണ്ടത് ഒറിജിൻ മാർക്ക് ചെയ്യും. അപ്പോൾ എവിടെയാണ് ഒറിജിൻ? ഇതാണ് ഒറിജിൻ. ക്രോസ് ചെയ്യുന്ന രണ്ട് ആക്സിസ് ക്രോസ് ചെയ്യുന്ന ആ പോയിൻ്റാണ് എന്ത്? ഒറിജിൻ. ടേക്ക് സ്യൂട്ടബിൾ സ്കെയിൽസ് ഫോർ മാർക്കിംഗ് വാല്യൂസ് ഓൺ ദ എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ അവിടെ സ്കെയിൽ എടുക്കണം. അപ്പോൾ അവിടെ വാല്യൂസ് മാർക്ക് ചെയ്യാൻ ഒരു സ്കെയിൽ വേണം. അപ്പോൾ ഇവിടെ എടുത്ത സ്കെയിൽ നോക്കാം. എക്സ് ആക്സിസിൽ ടൈം 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അപ്പോൾ എക്സ് ആക്സിസിൽ എടുത്തത് ടൈമാണ്. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇത്രയാണ് 1 സെൻറ്റിമീറ്റർ. ഈ 1 സെൻറ്റിമീറ്റർ എത്രയാണ്? 2 സെക്കൻഡാക്കി എടുത്തു. വൈ ആക്സിലോ 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, ഇതാണ് 1 സെൻറ്റിമീറ്റർ. ഈ 1 സെൻറ്റിമീറ്റർ 5 മീറ്റർ പെർ സെക്കൻഡാക്കി എടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അതാണ് സ്കെയിൽ. അപ്പോൾ സ്കെയിൽ എന്താ? ഓൺ എക്സ് ആക്സിസ് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ഓൺ വൈ ആക്സിസ് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആ സ്കെയിൽ കൊണ്ടാണ്, സ്കെയിൽ വെച്ചാണ് ഇവിടെ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്ക് ചെയ്തത് കണ്ടാൽ നമുക്കറിയാം 0 കഴിഞ്ഞാൽ 2, 4, 6, 8 എന്ന് കാണാം. അപ്പോൾ 2 സെക്കൻഡ് വെച്ചാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററും 2 സെക്കൻഡ് വെച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പ്ലോട്ട് കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഓൺ ദ ഗ്രാഫ്. അപ്പോൾ എന്താണ് ഇവിടെ ഗ്രാഫ് എങ്ങനെയാണ് വരക്കുന്നത്? 0 സെക്കൻഡിലെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ നമ്മുടെ ടേബിൾ നോക്കിയാൽ കാണാം. അടുത്തത് എന്താ? 2 സെക്കൻഡിലെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ 2 സെക്കൻഡിലെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡാണ്. 4 സെക്കൻഡിലെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡാണ്. 6 സെക്കൻഡിലെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡാണ്. 8 സെക്കൻഡിലെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഇതിനെയാണ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈനിനെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ശരി, ഇനി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാൽ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വെൻ ടൈം ഈസ് 0 സെക്കൻഡ്? 10 meter per second. What is the velocity of the object after 2 seconds? 10 meter per second.
After 6 seconds, 10 meter per second. After 10 seconds, 10 meter per second. So, does the velocity of the object is changing? അപ്പോൾ വെലോസിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് അവിടെ ഉണ്ടോ? അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ വെലോസിറ്റി. വാട്ട് ഈസ് ദ പെക്യൂലാരിറ്റി അബൌട്ട് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്? ദ ഒബ്ജക്റ്റ് ഹാസ് യൂണിഫോം വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് ഇത് യൂണിഫോം വെലോസിറ്റിയാണ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്? എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. അപ്പോൾ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അത് എക്സ് ആക്സിസിന് പാരലാണ്. ശരി. വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡ്രോൺ ബൈ ടേക്കിംഗ് വെലോസിറ്റി ഓൺ ദ വൈ ആക്സിസ് ആൻഡ് ടൈം ഓൺ ദ എക്സ് ആക്സിസ്. The velocity time graph of an object traveling with the uniform velocity will be a straight line parallel to the x-axis. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരക്കുന്നത്, വരച്ചാൽ അത് എങ്ങനെയാണ് ആ ഗ്രാഫ്, അത് യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെയായിരിക്കണം? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, അത് എക്സ് ആക്സിന് പാരലായിരിക്കണം. ശരി, അടുത്ത ആക്ടിവിറ്റി നോക്കാം. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഗ്രാഫ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് the displacement of the object between the second and 8th second? ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എപ്പോഴാണ്? സെക്കൻഡ് ആൻഡ് 8th സെക്കൻഡിലെ. അപ്പോൾ അത് ആ ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ നമുക്കറിയാം. എന്താ അത്? വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് നോക്കിയാൽ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വെൻ ടൈം ഈസ് 2 സെക്കൻഡ്? അപ്പോൾ ഗ്രാഫിൽ നോക്കിയാൽ അത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നറിയാം. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വെൻ ടൈം ഈസ് 8 സെക്കൻഡ്? അതും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ ടൈം ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് 8th സെക്കൻഡ്? സെക്കൻഡ് ആൻഡ് 8th സെക്കൻഡിൻ്റെ ഇടയ്ക്ക് എത്ര ടൈമുണ്ട്? 8 minus 2 is equal to 6 seconds. In the graph, velocity of the object is indicated by. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ വെലോസിറ്റി ഏതാ? ഗ്രാഫ് നോക്കിയാൽ ഇതാണ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഗ്രാഫിൽ വെലോസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എ ടു ബി, അത് വെലോസിറ്റിയാണ്. എ ടു ബി വെലോസിറ്റിയാണ്. സി ടു ഡി ഇതും വെലോസിറ്റിയാണ്. അപ്പോൾ എ ബി ഓർ സി ഡി. ടൈം ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് 8th സെക്കൻഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഗ്രാഫ് ഈസ്. അപ്പോൾ ടൈം ഏതാണ്? ഗ്രാഫിലെ ടൈം ഇതാണ്, എക്സ് ആക്സിസിലെ ഇതാണ് ടൈം. അപ്പോൾ സെക്കൻഡ് 2 സെക്കൻഡ് 8 സെക്കൻഡ്, ഈ രണ്ട് ടൈമിൻ്റെ ഇടയ്ക്കുള്ള ടൈം എത്രയാണ്? അതിതാണ് ഈ ടൈം ഉണ്ടല്ലോ. ഈ ടൈം. അപ്പോൾ എ ടു ഡി ആണ് എ ഡി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം, വെലോസിറ്റി എ ബി ഓർ സി ഡി. ടൈം എന്താ? ടൈം എ ഡി. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എ ബി ഇൻറ്റു ടൈം എ ഡി. അപ്പോൾ എ ബി ഇൻറ്റു എ ഡി. അപ്പോൾ എ ബി ഇൻറ്റു എ ഡി എടുത്താൽ ഗ്രാഫ് നോക്കിയാൽ ഇതാണ് എ ബി, ഇതാണ് എ ഡി. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും.
ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. Therefore 10 into 6 is equal to 60 meter. This is equal to the area of the portion under the part BC of the graph. So, displacement of a body within a definite interval of time is equal to the area of the portion under velocity time graph. Clear അല്ലേ? അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? അതൊരു ഏരിയ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഒരു ഏരിയയാണ്. എവിടെയുള്ള ഏരിയയാണ്? ശരി, അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയാൽ ഒരു ഗ്രാഫ് കൂടി വരക്കണം. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ട്രാവലിംഗ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഫ്രീലി ഫോളിംഗ് സ്റ്റോൺ. ഇപ്പോൾ ഫ്രീലി ഫോളിംഗ് സ്റ്റോണിൻ്റെ പ്രത്യേകത അതിൻ്റെ ആക്സലറേഷൻ ഉണ്ടാവും. അത് യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ വരും നമുക്ക് നോക്കാം. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് 0, 1, 2, 3, 4, 5. അപ്പോൾ നമുക്കവിടെ സ്കെയിൽ എങ്ങനെ എടുക്കാം? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് എന്നെടുക്കാം. ഇനി വെലോസിറ്റി നോക്കിയാൽ 0, 10, 20, 30, 40, 50 അല്ല 10 ആണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ സ്കെയിൽ എടുക്കാം? 0, 10, 20. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് സ്കെയിൽ എടുക്കാം. ശരി, അപ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വെൻ ടൈം ഈസ് 0 സെക്കൻഡ്? 0. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ആഫ്റ്റർ 1 സെക്കൻഡ്? 10 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ആഫ്റ്റർ 2 സെക്കൻഡ്? 20 meter per second. Is the velocity of the object is uniform? No. അപ്പോൾ ഇത് യൂണിഫോം വെലോസിറ്റി അല്ല. ആഫ്റ്റർ എവറി സെക്കൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ. അപ്പോൾ ഓരോ സെക്കൻഡിലും വെലോസിറ്റി എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 0, 10 ആയി, 10, 20 ആയി, 20, 30 ആയി, 30, 40 ആയി. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നത് 10 ആണ്. What is the peculiarity of the acceleration of the object? Uniform acceleration. അപ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ്? അപ്പോൾ ഇവിടെ യൂണിഫോം ആക്സലറേഷൻ ആണ് എങ്കിൽ 10 വെച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 10 അല്ല, അതെത്രയാണ്? 50 വരണ്ടേ? മനസ്സിലായില്ലേ? അത് 10 അല്ല. അപ്പോൾ അവിടെ ഒരു തെറ്റായിരിക്കാം, അത് ടൈപ്പ് ചെയ്ത ഇററായിരിക്കാം. 50. അപ്പോൾ അത് 50 ആണ് നമുക്കവിടെ വേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് അറിയാലോ. എക്സ് ആൻഡ് വൈ ആക്സിസ് വരക്കണം, സ്കെയിൽ എടുക്കണം. സ്കെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്കെയിൽ എടുത്ത് വരച്ചാൽ, ഇത് നേരത്തെ ക്ലാസ്സിൽ വരച്ചതാണ്. അപ്പോൾ സ്കെയിൽ എടുത്ത് വരച്ചാൽ ഫസ്റ്റ് സെക്കൻഡിലെ 10 ആയി മാറി, 2, 20, 3, 30, 4, 40, 5, 50. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അപ്പോൾ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ട്രാവലിംഗ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദ എക്സ് ആക്സിസ്. അപ്പോൾ അത് എക്സ് ആക്സിന് എന്തല്ല, പാരലൽ അല്ല, അത് ഇൻക്ലൈൻഡ് ആണ്. ശരി, അടുത്ത ആക്ടിവിറ്റി നോക്കിയാൽ കൺസിഡർ ദ ടൈം ഇൻ്റർവെൽ ഫ്രം സെക്കൻഡ് ടു ദ 4th സെക്കൻഡ്. അപ്പോൾ ടൈം ഇൻ്റർവെൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെക്കൻഡ് ടു ദ 4th സെക്കൻഡ്. ഫ്രം ദ ഗ്രാഫ് ഹൗ വി ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് when time is 2 seconds. Draw a perpendicular to the velocity time graph from the time 2 seconds. മനസ്സിലായില്ലേ? From the graph, how we find the velocity of the object when time is 4 seconds. Draw a
പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫ്രം ദ ടൈം 4 സെക്കൻഡ്. അതാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. 2 സെക്കൻഡിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട് ഗ്രാഫിലേക്ക്. 4th സെക്കൻഡിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഗ്രാഫിലേക്ക് വരച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? The time at the second is t1 and the 4th second is t2. The perpendiculars from t1 is meet at the point P and t2 at the point Q respectively. Draw another perpendicular to QR from P. From P, another perpendicular to QR. It meets at A. Okay. What is the velocity of the object at the time t1? 2 second. t1. t1. 2 second. 20 meter per second. 20. The velocity of the object at the time t1 2 second is represented in the graph as PS, initial velocity. This is PS. This is the initial velocity. The velocity of the object at the time t2 4 second is represented in the graph as QR. This is QR. This is the final velocity. What is the time interval t? Time interval t1 to t2. Therefore, t2 minus t1. Then the SR. From the graph, what is the relation between PS and AR? ഇപ്പോൾ പി എസും എ ആറും തമ്മിൽ എന്താണ് റിലേഷൻ? എന്താണ് പി എസ്? ഇതാണ് പി എസ്. എന്താണ് എ ആർ? ഇതാണ് എ ആർ. പി എസും എ ആറും ഈക്വലാണ്. പി എസ് ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു യു. അത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. വാട്ട് ഈസ് എ ക്യു? എന്താ എ ക്യു? ഇതല്ലേ എ ക്യു? എ ക്യു ഈസ് ഈക്വൽ ടു ക്യു ആർ മൈനസ് എ ആർ. ദെർഫോർ വി മൈനസ് യു. ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. ഇത്രയും ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇത്രയും ഫൈനൽ വെലോസിറ്റിയാണ്. ദെർഫോർ ഇതെന്തായിരിക്കും? വി മൈനസ് യു. ചേഞ്ച് ഇൻ വെലോസിറ്റി. വി മൈനസ് യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. അതായത് എ ക്യു ഈസ് ഈക്വൽ ടു വി മൈനസ് യു. അപ്പോൾ ഇത്രയും കാര്യം മാത്രമാണ് അവിടെ അന്നത്തെ ക്ലാസ്സിൽ, അവസാന ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ഒരു അസൈൻമെൻ്റ് ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് ഈ ഡാറ്റ നോക്കി ഒരു സ്പീഡ് ടൈം ഗ്രാഫ് ഇതെങ്ങനെ വരക്കാൻ പറ്റും എന്ന് വരച്ച് നോക്കണം. അപ്പോൾ 0, 2, 4, 6, 8, 10 ഇതാണ് ടൈം. സ്പീഡ് 10, 15, 20, 20, 20, 50. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്കെയിൽ എടുക്കേണ്ടത് എന്ന് നോക്കണം. എങ്ങനെ സ്കെയിൽ എടുക്കണം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഗ്രാഫ് വരക്കേണ്ടത്. ആ ഗ്രാഫ് വരച്ച് നോട്ട്ബുക്കിൽ വരച്ച് ഒന്ന് എന്നെ കാണിക്കണം.